വായോ നമുക്കിന്നേ മാലാഖമാരുണ്ടാക്കി നോക്കിയാലോ. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു കോണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നെയ്ത്ത് പഠിപ്പുര വീട്ടിലുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുത്ത് ഒട്ടിച്ചെടുക്കാം. മേളിൽ ഹോളിടാൻ മറക്കരുത്. അപ്പോൾ ഹോളിലത്തേക്ക് ഞാൻ കുറച്ച് കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാലാഖയുടെ തലയാണ് കേട്ടോ. അതിനുശേഷം ചിറക് ഞാൻ കാർഡ്ബോർഡിൽ വെട്ടിയെടുത്ത് അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ അതിനുശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഈ ചിറകുകളെല്ലാം വെച്ച് കൊടുക്കാം ഇതുപോലെ. ഇത് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ ഒട്ടിച്ചാലും മതി. അതിനുശേഷം നെറ്റ് എടുക്കുക. നെറ്റ് വേണം. നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ തുണികളായാലും മതി. പഴയ പിള്ളേരുടെ ഫ്രോക്കുകളിൽ സാധാരണ നെറ്റ് കിട്ടാറുണ്ട് പഴയ ഡ്രസ്സുകളിൽ നിന്ന്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ തുണി എടുത്താലും മതി, കുഴപ്പമില്ല. അതിനുശേഷം ഈ 3 പേരെ ഞാൻ ഈ രീതിയിൽ ഒട്ടിച്ച് പറക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണും മൂക്കുമൊക്കെ വേണമല്ലോ മാലാഖയ്ക്ക്. അതിന് വേണ്ടിയിട്ട് കറുത്ത കളറിൻ്റെ പുരികവും കണ്ണും മൂക്കും വായുമൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. തലമുടിയും ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാവയ്ക്ക് മാത്രം ഞാൻ കല്ല് കൊണ്ടുള്ള തല വയ്ക്കുന്നില്ല. പകരം മോളുടെ ഒരു പാവക്കുട്ടിയുടെ ഈ താഴോട്ടുള്ള ഭാഗം പോയിട്ട് തല മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. ആ തല എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ഞാനത് കാണിച്ചു തരാം. വായും വരച്ചെടുത്ത് ഞാൻ കോട്ടണില്ലേ, നമ്മുടെ പഞ്ഞി ഷേപ്പ് ചെയ്ത് ചിറകിൻ്റെ അതേ ഷേപ്പിൽ വെട്ടിയെടുത്ത് ഞാനത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്ത് നമുക്ക് മിനിക്ക് കളർ കൊടുക്കാം, ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മാലാഖ കുട്ടികൾ 3 പേരും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.